കടപ്പുറമില്ലാത്തതുകൊണ്ട് ജിദ്ദ ഭാഗത്തേക്ക് പോയിട്ട് ഒരു സമ്മേളനം അവിടെ എന്താണ് ചങ്ങായി സിദ്ദീഖുലില്ലാത്ത വേറുള്ളവർക്കൊക്കെ ഒരു സിദ്ദീഖുൽ നബിദിനത്തിന് ചോർന്ന് കൊടുക്കുന്നത് മാത്രം സിദ്ദീഖുൽ അക്ബറിന്റെ മകൾ ജുമാക്ക് പോയിട്ടില്ലല്ലോ, എന്റെ മകൾ ജുമാക്കുണ്ടല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു മുസ്ലിയാര് കാര്യമായ ഒരു വയലുമായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് എല്ലാവരും കേൾക്കേണ്ട വയലാണ് എന്നാണ് പറയുന്നത്. നമുക്കതൊന്ന് കേട്ടു നോക്കിയാലോ. ഈ സമയത്ത് കേൾക്കാൻ പറ്റിയ നല്ലൊരു വയലുണ്ട്, ഒന്ന് കേട്ടോക്കി. സിദ്ദീഖുൽ അക്ബർ എന്റെ കടപ്പുറത്ത് സമ്മേളനം കഴിച്ചിരുന്നു. ഇസ്ലാമിന്റെ 1ാം വാർഷികം, കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ 12ാം വാർഷികം, 24ാം 100ാം വാർഷികം, ഇതൊക്കെ സിദ്ദീഖുൽ അക്ബർ കഴിച്ചു. കടപ്പുറമില്ലാത്തതുകൊണ്ട് ജിദ്ദ ഭാഗത്തേക്ക് പോയിട്ട് ഒരു സമ്മേളനം അവിടെ എന്താണ് ചങ്ങായി സിദ്ദീഖുലില്ലാത്ത വേറുള്ളവർക്കൊക്കെ ഒരു സിദ്ദീഖുൽ അക്ബർ നബിദിനത്തിന് ചോർന്ന് കൊടുക്കുന്നത് മാത്രം സിദ്ദീഖുൽ അക്ബറിന്റെ മകൾ ജുമാക്ക് പോയിട്ടില്ലല്ലോ, എന്റെ മകൾ ജുമാക്കുണ്ടല്ലോ. അതോ അവനെന്ത് സിദ്ദീഖുൽ അക്ബറില്ലഞ്ഞു? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പെണ്ണ് ജുമാക്കോ ജമാഅത്തിനോ പങ്കെടുത്തതായി എന്റെ അറിവില്ലെന്ന് പറഞ്ഞത് ഇമാമുൽ ശാഫിഈയാണ് റളിയല്ലാഹു അൻഹു. എന്റെ മകളെ നേരത്തെ കൊണ്ടുണ്ടല്ലോ, സിദ്ദീഖുൽ അക്ബറിന്റെ മകളെ കൊണ്ടിരുന്നു. സിദ്ദീഖുൽ അക്ബറും മകളും കൂടി ഓട്ടോറിക്ഷ വിളിച്ചാണ് ജുമാക്ക്. സിദ്ദീഖുൽ അക്ബർ ചെയ്തിട്ടുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് ചെയ്തിട്ടുണ്ടോ? എന്താ പറയുന്നൊക്കെ വേന? അപ്പൊ ഞമ്മക്ക് പറ്റിയോടത്തൊരു സിദ്ദീഖുൽ അക്ബർ, ഞമ്മക്ക് തള്ളു വരികയാണെങ്കിൽ അവിടെ സിദ്ദീഖുൽ അക്ബർ ഇല്ല. അതൊക്കെ പിന്നാ പറയണ. നമ്മളിങ്ങനെ സൗകര്യത്തിനൊരു സിദ്ദീഖിനെയും ഉമർ ഇബ്നുൽ ഖത്താബിനെയും മടക്കി ചുറ്റിക്കൊണ്ടിരിക്കുക. ആവശ്യമുള്ളവർക്ക് എടുക്കുക, ആവശ്യമില്ലെങ്കിൽ അവരെ ഞമ്മക്ക് അറിയില്ല. സഹോദരങ്ങളെ, കാര്യമായി ആ മുസ്ലിയാർ കേൾക്കാൻ പറഞ്ഞ ഒരു ക്ലിപ്പാണ് നമ്മളങ്ങനെ കേട്ട് കഴിഞ്ഞു. റഹ്മത്തുള്ള ഖാസിമിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അദ്ദേഹത്തിന് അന്തവും കുന്തവും ഇല്ല. അദ്ദേഹത്തിന് മുമ്പൊക്കെ എന്തൊക്കെയൊക്കെ തിരിഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഒന്നും തിരിയുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. എനിക്കൊന്നും തിരിയുന്നില്ല, എനിക്കിപ്പോൾ അന്തവും പോയി. പണ്ട് വർഷമൊക്കെ കിട്ടിയിരുന്നു, ഇപ്പൊ ഒന്നും മനസ്സിലാവുന്നില്ല, അന്തവും കുന്തമില്ലാത്ത കാസിമിന്റെ ക്ലിപ്പാണ് നമ്മളോട് ഇപ്പം കാര്യമായ ഒരു മുസ്ലിയാർ കേൾക്കാൻ വേണ്ടി പറഞ്ഞത്. അതിൽ പറഞ്ഞു വെച്ച കാര്യം എന്താണ്? ഒന്ന്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുജാഹിദ് സമ്മേളനം പോലെ സമ്മേളനം നടത്തിയിട്ടുണ്ടോ എന്നാണ്. എന്തിനു വേണ്ടിയാണ് ഇത് ചോദിക്കുന്നത്? നബിദിനം ആഘോഷത്തിന് ഞങ്ങൾ പ്രവാചകൻ ആഘോഷിച്ചിട്ടുണ്ടോ, സഹാബാക്കൾ ആഘോഷിച്ചിട്ടുണ്ടോ, ഉത്തമ തലമുറക്കാർ ആഘോഷിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് മുസ്ലിയാക്കന്മാർക്ക് രേഖയൊന്നുമില്ല. പിന്നെ മുസ്ലിയാക്കന്മാർ ജനങ്ങളെ കബളിപ്പിക്കാൻ പറയുന്ന ഒരു കാര്യമാണ്, മുജാഹിദ് സമ്മേളനം വർഷാവർഷം നടത്തുന്നില്ലേ, അത് സഹാബാക്കൾ ചെയ്തിട്ടുണ്ടോ, അതുപോലെ മദ്രസയും മറ്റ് അനുബന്ധ കാര്യങ്ങളുമൊക്കെ പ്രവാചകനും സഹാബാക്കളും ഒക്കെ ചെയ്തിട്ടുണ്ടോ, അതൊക്കെ പുണ്യം കിട്ടാൻ തന്നെയല്ലേ എന്നുള്ള ചോദ്യം ചോദിക്കാറുണ്ട്. ഇവരുടെ ചോദ്യം കേൾക്കുമ്പോൾ സ്വാഭാവികമായും തോന്നിപ്പോവുക, നബിദിനമാഘോഷം എന്ന് പറഞ്ഞാൽ മുജാഹിദ് സമ്മേളനം പോലെയാണ്, നബിദിനമാഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മദ്രസ പോലെയാണ്, മറ്റ് സ്ഥാപനങ്ങൾ പോലെയാണ് എന്നാണ്. സത്യത്തിൽ മുസ്ലിയാക്കന്മാർ ജനങ്ങളെ കബളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ മഹത്വം പറഞ്ഞിട്ടില്ലാത്ത ഒരു മാസത്തിൽ, ഒരു തീയതിയിൽ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയും 2 പെരുന്നാളിനേക്കാൾ മഹത്വവും ഉണ്ടെന്ന് പറഞ്ഞ് ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള സുന്നത്തായ ആഘോഷമാണെന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് വലിയ ആവേശപൂർവ്വം അവർ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തും വിലപ്പെട്ട സമയവും ചെലവാക്കി അവർ ചെയ്യുകയാണ്, ആചരിക്കുകയാണ്, ആഘോഷിക്കുകയാണ്. പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഈ ഒരു ആഘോഷം മുജാഹിദ് സമ്മേളനം പോലെയാണ് എന്നാണ് എങ്കിൽ തുറന്നു പറ, മുജാഹിദ് സമ്മേളനം പോലെയാണ്. ഈ കാലമത്രയും നമ്മുടെ നേതാക്കന്മാരായ ആളുകൾ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചതൊക്കെ ഞങ്ങളിതാ വിഴുങ്ങിയിരിക്കുന്നു. ഇനി ഞങ്ങൾ അങ്ങനെയുള്ള വാദമല്ല ഉന്നയിക്കുന്നത്. പ്രത്യേക മതമഹത്വം നമ്മളതിന് പറയുന്നില്ല. ഇന്ന ദിവസം തന്നെ ആഘോഷിക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. മുജാഹിദ് സമ്മേളനം നടത്തുന്നത് പോലെ, മുജാഹിദുകൾ ഹുബ്ബുർ റസൂൽ പ്രഭാഷണം നടത്തുന്നത് പോലെ, മറ്റ് പൊതുപരിപാടികളൊക്കെ നടത്തുന്നത് പോലെ ഒരു പരിപാടിയായി ഇതിനെ കണ്ടാൽ മതി എന്ന് മുസ്ലിയാക്കന്മാർ തുറന്നങ്ങോട്ട് പറ. അതിനുള്ള ചങ്കൂറ്റം നിങ്ങൾ കാണിക്ക്, അതിനുള്ള നട്ടല് നിങ്ങൾ കാണിക്കുക, അതിനുള്ള ആണത്തം നിങ്ങൾ കാണിക്ക്. എന്നിട്ട് ഇതുപോലെ സ്റ്റേജിൽ നിന്ന് മോങ്ങ്. തെളിവില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞ എന്താണ്? സ്ത്രീകൾ പള്ളിയിൽ പോകുന്ന വിഷയമാണ്. സമസ്തയുടെ പുസ്തകത്തിൽ തന്നെ കൃത്യമായി ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് തെളിവുകളുണ്ട് എന്ന് സമ്മതിക്കുന്ന ഒരു ഭാഗം നമുക്ക് ആദ്യം വായി. കെ കുഞ്ഞാലി മുസ്ലിയാർ ചേലക്കാട് ഇറക്കിയ പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ 8, 9, 10, 11 പേജുകളാണ് നമ്മൾ വായിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ പറയുന്നത് എന്താണ്? സ്ത്രീ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു. എന്നിട്ട് അതിന്റെ ചുവടെ കൊടുക്കുന്നത് പ്രസിദ്ധമായ 6 സഹീഹിന്റെ ഗ്രന്ഥങ്ങളിലും ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ, ഇമാം മാലിക് രചിച്ച മുവത്ത എന്ന ഗ്രന്ഥങ്ങളിലും മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലും ഇவ்വിഷയത്തിൽ ഒട്ടനവധി ഹദീസുകൾ കാണാം. ഇவ்വിഷയത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോകുന്ന വിഷയത്തിൽ ഈ ഹദീസുകളെല്ലാം പരപുരുഷന്മാർ പങ്കെടുക്കുന്ന പള്ളിയിൽ സ്ത്രീകൾ ജുമുഅ ജമാഅത്തിൽ പങ്കെടുത്തിരുന്നു എന്ന് വ്യക്തമാക്കുന്നവയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും വഫാത്തിന് ശേഷവും സംഭവിച്ചതാണ്. സ്ത്രീകൾ പള്ളിയിൽ പോയ സംഭവം വിവരിക്കാൻ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ പ്രത്യേക അധ്യായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. റഹ്മത്തുള്ള ഖാസിമി എന്ന വട്ടുകേസ് നേരത്തെ എന്താ പറഞ്ഞത്? അങ്ങനെ പോയിട്ടില്ല എന്നല്ലേ. എന്നാൽ സമസ്തയുടെ പുസ്തകത്തിൽ സമസ്തയുടെ മുസ്ലിയാർ എഴുതി വെച്ച ഭാഗമാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. അതിൽ പറയുന്നത് എന്താണ്? സ്ത്രീകൾ പള്ളിയിൽ പോയി എന്ന് വിവരിക്കാൻ വേണ്ടി പ്രത്യേക അധ്യായം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. എന്നിട്ട് അതിന്റെ ചുവടെ പറയുന്നത് എന്താണ്? അതിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ ഇപ്രകാരമാണ്. 1, നേരത്തെ എന്താ പറഞ്ഞ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകളും പോയിട്ടുണ്ടോ എന്നല്ലേ.
ഒന്നാമത്തെ തന്നെ എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം. ആരിൽ നിന്ന്? ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം. എന്താണ് അവിടെ പറയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം രാത്രിയിൽ ഇശാ നമസ്കാരം പിന്തിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകരെ വിളിച്ചു. സ്ത്രീകളും കുട്ടികളും ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞു. അനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വന്നു ഇങ്ങനെ പറഞ്ഞു: ഭൂമുഖത്ത് ഈ നിസ്കാരത്തെ നിങ്ങളല്ലാതെ ആരും കാത്തു നിൽക്കുന്നില്ല. ഏത് നിസ്കാരത്തെ? ഇശാ നിസ്കാരത്തെ നിങ്ങളല്ലാതെ ആരും കാത്തു നിൽക്കുന്ന. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഉറങ്ങിയത് കൊണ്ട് സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഹദീസ് എന്താണ് ഇവിടെ കൊടുക്കുന്നത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞു: നിങ്ങളോട് സ്ത്രീകൾ രാത്രിയിൽ പള്ളിയിൽ പോവാൻ സമ്മതം ചോദിച്ചാൽ നിങ്ങൾ സമ്മതം കൊടുക്കണം. ആര് പറഞ്ഞു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന്. മൂന്നാമത്തെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പത്നി ഉമ്മു സലമ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആര് പറഞ്ഞു? ഉമ്മു സലമ റളിയല്ലാഹു. നേരത്തെ ആയിഷ റളിയല്ലാഹു അൻഹു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹു എന്താണ് പറഞ്ഞത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവർ എഴുന്നേറ്റ് പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിച്ച പുരുഷന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുറച്ചു സമയം അവിടെ ഇരിക്കും. പ്രവാചകൻ എഴുന്നേറ്റ് പോയാൽ അവരും പോകും. അപ്പോൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടുണ്ട് എന്ന് സമസ്തയുടെ പുസ്തകത്തിൽ തന്നെ വ്യക്തമായി പറയുകയാണ്. അതുപോലെ ഒരുപാട് ഹദീസുകൾ തുടർന്നും പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നിങ്ങൾ വായിക്കുക. അതിന്റെ 10-11 പേജുകളിലും അതേപോലെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നിങ്ങൾ വായിക്കുക. വളരെ കൃത്യമായി അവരുടെ പുസ്തകത്തിൽ നിന്നാണ് നാം ഇത് വായിച്ചത്. അപ്പോൾ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് അനുവദനീയമാണ് എന്നുള്ളതിന് ഹദീസ് ഉണ്ട്. എന്നാൽ പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷത്തിന് എന്ത് ഹദീസാണുള്ളത്? അതാണല്ലോ നമ്മുടെ ചോദ്യം. അതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാണിക്ക്. അതാണല്ലോ വേണ്ടത്. പ്രവാചകനും സഹാബാക്കളും നബിദിനം ആഘോഷിച്ചതിന്റെ തെളിവുണ്ടെങ്കിൽ അത് ഹാജരാക്കിയല്ലേ വേണ്ടത്. അതിന് പകരം ഈ രീതിയിലുള്ള പൊട്ടത്തരം വിളിച്ചു പറയുകയാണോ വേണ്ടത് മുസ്ലിയാരെ? അത് എന്നിട്ട് വലിയ ഈ സമയത്ത് കേൾക്കേണ്ട ഒരു വലിയ വയലാണ് എന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ ഒരു മുസ്ലിയാർ പറഞ്ഞ കാസിമിക്കോ അന്തമില്ല. എന്നാൽ കേട്ട മുസ്ലിയാർ ഈ ആളുകൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കുന്നൊന്ന് ആലോചിക്കണ്ടേ? ഇതൊക്കെ കിതാബുകളിൽ ഇല്ലതാണ് എന്ന്. കിതാബൊന്നും പഠിക്കാതെ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഗവേഷണം നടത്തുകയാണോ അവിടെ ഇരുന്ന് ചെയ്തത്? സഹോദരങ്ങളെ, വ്യക്തമാണ്, കൃത്യമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇമാം ഷാഫിയുടെ അഭിപ്രായം എന്താണ് എന്നൊക്കെ കൃത്യമായി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് നിങ്ങൾ വായിക്കുക. വീഡിയോ ലെങ്ത് കൂടണ്ട എന്നത് കൊണ്ടാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. വിവരക്കേടിന് കയ്യും കാലം മുളച്ച മുസ്ലിയാക്കന്മാർ ഇങ്ങനെ പല മണ്ടത്തരങ്ങളും വിളിച്ചു പറയും. അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇവിടെ മുജാഹിദുകളും സമസ്തക്കാരും തമ്മിൽ തർക്കം മതമഹത്വം പറഞ്ഞ് ഇസ്ലാമിൽ പുതിയ ആചാരം കൊണ്ടുവന്നതിനെ കുറിച്ചാണ്. അതല്ലാതെ മുജാഹിദ് സമ്മേളനം പോലെയുള്ള ഒരു സമ്മേളനം നടത്തുന്നു എന്നുള്ളത് കൊണ്ടല്ല ഇവിടെ തർക്കവും കാര്യങ്ങളുമൊക്കെ. പ്രവാചകന്റെ മഹത്വം പറയാൻ ഒരു സദസ്സ് ഉണ്ടാക്കിയതിനെ കൊണ്ടോ ആളുകൾക്ക് ഭക്ഷണം കൊടുത്തതിനെ കൊണ്ടോ ഹുബ്ബുർ റസൂൽ പ്രഭാഷണം നടത്തിയത് കൊണ്ടോ മുജാഹിദുകൾ എതിർക്കാനോ തർക്കിക്കാനോ ഒന്നും വരുന്നില്ല. ഇവിടെ മതമഹത്വം പറഞ്ഞുകൊണ്ട് ആഘോഷിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളും വന്നത്. മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.